നമസ്തേ. അരുവിപ്പുറത്തെ ശാന്തമായ ആശ്രമത്തിൽ ഗുരുവിന്റെ തൃപ്പാദങ്ങൾക്കരികിൽ ഒരു യുവാവിരിക്കുന്നു. അവന്റെ കയ്യിൽ തൂലികയുണ്ടായിരുന്നു, മനസ്സിൽ സ്വപ്നങ്ങളും. ഗുരു അവന് പകർന്നു നൽകിയത് കേവലം ഉപദേശങ്ങളായിരുന്നില്ല, മറിച്ച് മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ദർശനങ്ങളായിരുന്നു. ആ ദർശനങ്ങൾ പിന്നീട് കവിതകളായി മാറി. അതെ, ചിന്തിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ പ്രകാശം വിതച്ച ഒരു ഗുരുവും ആ പ്രകാശത്തെ കവിതകളാക്കി ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ഒരു ശിഷ്യനും. ആദരണീയരായ ആത്മബന്ധുക്കളെ, ഞാൻ സംസാരിക്കുന്നത് നാരായണ ഗുരുവിന്റെ അരുമ ശിഷ്യനായിരുന്ന, മലയാളത്തിന്റെ മഹാകവിയായിരുന്ന, ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്ന കുമാരനാശാനെ കുറിച്ചാണ്. 1873 ഏപ്രിൽ മാസം 12-ാം തീയതി കായിക്കരയിലെ തൊമ്മൻവിളാകം വീട്ടിൽ നാരായണൻ പെരുങ്കുടിയുടെയും കുട്ടിയമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായിട്ടാണ് ആശാൻ ജനിക്കുന്നത്. ബാല്യകാലം മുതൽ തന്നെ അറിവിനോടും സാഹിത്യത്തോടും അദ്ദേഹം അഗാധമായ സ്നേഹം പുലർത്തിയിരുന്നു. 1891 ആശാനും ഗുരുവും തമ്മിലുള്ള പ്രഥമ സമാഗമം നടക്കുന്നത്. ഒരു നദി തന്റെ സമുദ്രത്തെ കണ്ടെത്തുന്നത് പോലെ അഭൂതപൂർവമായ ഒരു അനുഭവം. ആശാന്റെ പിതാവ് ഒരിക്കൽ തൃപ്പാദങ്ങളെ സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. അന്ന് ആശാനെ കണ്ട മാത്രയിൽ തന്നെ സർവജ്ഞാനിയായ ഗുരു തിരിച്ചറിയുകയാണ്, ഇവൻ അതിബുദ്ധിമാനാണ്. അല്പനേരത്തെ സംവാദത്തിനു ശേഷം നമ്മുടെ കൂടെ വരുവാൻ നിനക്ക് സമ്മതമാണോ എന്ന ഗുരുവിന്റെ ചോദ്യത്തിന് നമുക്ക് സമ്മതം തന്നെ എന്ന് ആശാൻ നിസ്സംശയം മറുപടി പറയുന്നു. എങ്കിൽ കുമാരു ഇനി നമുക്കിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു അവിടെ നിന്നും മടങ്ങിപ്പോകുന്നത്. നാളുകൾക്കിപ്പുറം തൃപ്പാദങ്ങളോടൊപ്പം അരുവിപ്പുറത്തെത്തുന്ന കുമാരു ഒട്ടും വൈകാതെ തന്നെ ആശ്രമന്തേവാസികളുടെയും ഭക്തജനങ്ങളുടെയും ചിഹ്നസ്വാമിയായി മാറുന്നു. ഗുരുവിന്റെ സഹായത്തോടെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും കൽക്കട്ടയിൽ നിന്നുമായി അദ്ദേഹം തന്റെ ഉപരിപഠനം പൂർത്തിയാക്കുന്നുണ്ട്. തുടർന്ന് ഏതാണ്ട് 16 വർഷക്കാലത്തോളം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ വളർത്തിയെടുക്കാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. താൻ കവിയല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സവർണ മേധാവിത്വത്തിന്റെ പാരമ്പര്യത്തോട് പട്ടും വളയും വാങ്ങിക്കൊണ്ട് ഒരു കസേര വലിച്ചിട്ടിരുന്ന് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഇതാ ഞാൻ മഹാകവി കുമാരനാശാൻ എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കുമാരു, ഇനി നീ ശൃംഗാര കവിതകൾ എഴുതരുത്. ഗുരുമുഖത്ത് നിന്നുള്ള ആജ്ഞ. ജീവിത പ്രണയം അനുഭവിച്ചിരുന്ന ജീവിതാനുരാഗിയായ ഒരു കവിയും ജീവിത വൈരാഗിയായ ഒരു ചിഹ്നസ്വാമിയും. ഈ സംഘർഷങ്ങളിൽ നിന്നുകൊണ്ടാണ് കുമാരു എന്ന കൊച്ചു മനുഷ്യൻ മലയാളത്തിന്റെ മഹാകവിയായി മാറിയിട്ടുള്ളത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പിലേക്ക്, ജാതി മത രഹിതമായ ഒരു ലോകത്തിലേക്ക് ഒരു ഭിക്ഷു ഒരുവളെ ക്ഷണിക്കുകയാണ്. ശോഭനകാലങ്ങളിൽ ഗമ്യയായില്ലെനിക്കു നീ, നിൻ സൗഭഗങ്ങളിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ. ശോഭിക്കപ്പെട്ടൊരുവളെ രക്ഷിക്കാനല്ല, ഉപേക്ഷിക്കപ്പെട്ടൊരുവളെ രക്ഷിക്കാനാണ് ഈ സന്യാസി വന്നെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഞെട്ടറ്റുപോയ പൂക്കളെ കുറിച്ച്, സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ കുറിച്ച്, ശബ്ദമില്ലാത്തവരെ കുറിച്ചാണ് ആശാൻ എന്നും എഴുതി വെച്ചിട്ടുള്ളത്. 1924 ജനുവരി മാസം 16-ാം തീയതി പല്ലനയാറ്റിൽ ഒരു ബോട്ട് അപകടത്തിൽ ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ വിധി അദ്ദേഹത്തെ ചരിത്രത്തിന്റെ അഗാധതയിലേക്ക് തള്ളിയിട്ടു. എങ്കിലും സൗരഭ്യം പരത്തുന്ന ഒരു നറുപുഷ്പം കണക്കെ ആശാനും ആശാന്റെ കവിതകളും ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ, സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ഭക്തി ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. ആശാൻ എഴുതി വെച്ചതുപോലെ, നാരായണ ഗുരു സ്വപ്നം കണ്ടതുപോലെ സ്നേഹത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്ന ഒരു ജനതയെ എപ്പോഴും
എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് അത്തരമൊരു ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.